ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് വിസിറ്റിന് അമേരിക്കയിൽ വന്ന വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ വന്നിറങ്ങിയത് ന്യൂയോർക്കിലാണ്. എൻ്റെ 2 ബ്രദേഴ്സും ന്യൂയോർക്കിലായതിനാലാണ് ഞാൻ അവിടെ ഇറങ്ങിയത്. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റൊക്കെ ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. എൻ്റെ പൊന്നേ, ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴല്ലേ കൊടും തണുപ്പ്. ഇന്നത്തെ ഹൈ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാവോ? 48 ഡിഗ്രി ഫാരൻഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, സ്പ്രിംഗ് സീസൺ മുഴുവനും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വിൻ്റർ സമയത്തെ ഹൈബർനേഷനിൽ പോകുന്ന വൃക്ഷങ്ങളും ചെടികളും എല്ലാം പൂക്കൾ കൊണ്ട് നിറയുകയാണ് ഈ സ്പ്രിംഗ് സീസണിൽ. രാവിലെ നോക്കുമ്പോൾ വൃക്ഷങ്ങൾക്കൊക്കെ ചെറുതായി തളിർക്കുന്നത് പോലെ ഒന്ന് തോന്നിയെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇലകളായി അത് മാറുമെന്നുള്ളതാണ്. മിക്ക വൃക്ഷങ്ങളും ചെടികളും എല്ലാം സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിൽ പൂക്കൾ കൊണ്ടങ്ങ് നിറയും. അങ്ങനത്തെ ഒരു സമയത്ത് വരാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഈ പൂമരങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു വർഷത്തിന് ശേഷം ഞാൻ അമേരിക്കയിൽ കാല് കുത്തിയപ്പോൾ പ്രകൃതി തന്നെ സന്തോഷിച്ചു. അതിൻ്റെ സൂചകമായിട്ട് അവയെല്ലാം തളിർത്ത് മൊട്ടിട്ട് ഇളം കാറ്റിൽ ഇവ തലയാട്ടിക്കൊണ്ട് വരൂ വരൂ എന്ന് എന്നെ മാടി വിളിക്കുന്നത് പോലെയാണ് തോന്നിയത്. സത്യം എന്തുമാകട്ടെ കേട്ടോ, ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാനും ബ്രദറും ഭാര്യയും കൂടി അവരുടെ വീടിൻ്റെ നെയ്ബർഹുഡ് ഒന്ന് കറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. സ്പ്രിംഗ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ നെയ്ബർഹുഡിൽ കൂടെ പോകാൻ നല്ല രസമാണ്. കാരണം 2 സൈഡിലും മരങ്ങളെല്ലാം അങ്ങനെ പൂത്തൊലഞ്ഞങ്ങ് നിൽക്കുകയാണ്. നോക്കിക്കേ, എന്തോരം വൃക്ഷങ്ങളാണ് പൂത്തൊലഞ്ഞ് നിൽക്കുന്നതെന്ന്. എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇതിൻ്റെ ഭംഗിയൊന്നും ആക്ച്വലി വിവരിക്കാൻ സാധിക്കത്തില്ല. കൂടാതെ ഇതൊന്നും ക്യാമറയിൽ പകർത്തുന്ന ഭംഗിയൊന്നും അല്ല ഒറിജിനൽ കാണുമ്പോൾ കേട്ടോ. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. ഇതുവഴി പോകുമ്പോൾ എനിക്ക് ഇത് ന്യൂയോർക്കാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കാരണം ന്യൂയോർക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത്? അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞ് ജനങ്ങൾ ഇടതടവില്ലാതെ ഒഴുകുന്ന ഒരു ജനസാഗരമായിട്ടല്ലേ ചിന്തിക്കാൻ സാധിക്കൂ. അതും ശരിയാണ്, ന്യൂയോർക്ക് സിറ്റിയുടെ അകം അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ നിന്നും കുറച്ച് മാറി അപ്സ്റ്റേറ്റിലൊക്കെ ഇതുപോലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം. ഇവിടം കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി ഓർത്ത് ഞാൻ ഒഹായോയിലാണോ എന്ന് വിചാരിച്ചു പോയി. കാരണം ഇതുപോലെ തന്നെയാണ് ഒഹായോയിലെ ചില സ്ട്രീറ്റുകളൊക്കെ. ഈ ന്യൂയോർക്കിലും ധാരാളം ചെറിയ ട്രീസും ബുഷസും ഒക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള നെയ്ബർഹുഡാണ്. ഇവിടെയും ധാരാളം ചെറിയ ട്രീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ജപ്പാനിലെ പോലത്തെ കൂറ്റൻ മരങ്ങളൊന്നും കണ്ടില്ല. എൻ്റെ ബ്രദർ താമസിക്കുന്നത് ധാരാളം വൃക്ഷങ്ങളും ചെടികളും ഒക്കെയുള്ള കൂറ്റൻ കെട്ടിടങ്ങളൊന്നും അധികം ഇല്ലാത്ത മനോഹരമായ ഒരു സിറ്റിയിലാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ചെറിയ മുട്ടുപോലെ തളർത്തു വരുന്ന വൃക്ഷങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒത്തിരി അങ്ങ് വളർന്നിരിക്കും. വിൻ്റർ ആകുമ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ ചുള്ളിക്കമ്പ് പോലെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ. ആദ്യത്തെ വിൻ്ററിൽ ഞാൻ വിചാരിച്ചു, എനിക്ക് കരച്ചിൽ വന്നു, ഈ വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിപ്പോയോ, മുഴുവനും ഇങ്ങനെ നശിച്ചു പോയോ എന്ന് ഓർത്ത്. എന്നാൽ സ്പ്രിങ് വന്നപ്പോഴേക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ. ഈ ചെടികളും വൃക്ഷങ്ങളും എല്ലാം അങ്ങോട്ട് പൂത്തുലഞ്ഞ് അങ്ങോട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും എനർജി എല്ലാം വരും. അങ്ങനെ സ്പ്രിങ്ങിൻ്റെ തണുപ്പും പിന്നെ ആ പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഇത് ഞാൻ വന്ന ഉടനെയാണ്, ഒരാഴ്ച ആകുമ്പോഴത്തേന് ഇത് മുഴുവനും പൂത്തുലഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ ഒന്ന് കാണിക്കാം കേട്ടോ.